ദിലീപിനെ വെറുതെ വിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വാദം നടക്കുന്നു. ആൾ ഒളിവിലാണ്. ആ കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്ന് പൊതുശല്യമാവേണ്ടിയിരുന്ന ഒരാൾ 4 ദിവസത്തെ നിരാഹാരത്തിന്റെ ക്ഷീണത്തിൽ ഇപ്പോഴും റിമാൻഡിലാണ്. ആളെ സമാധാനിപ്പിക്കാൻ തൽക്കാലത്തിന് പുള്ളിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി ഭാര്യ സത്യമേവ ജയതേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളിറങ്ങിക്കഴിഞ്ഞ പോസ്റ്റുമായിരിക്കും. എന്തായാലും ഇന്നത്തെ അകത്ത് കിടക്കൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയാണ്. നടിയെ പീഡിപ്പിച്ച കേസിന്റെ വിചാരണ ഒരുപക്ഷെ കോടതിയേക്കാൾ രൂക്ഷമായിട്ട് നടന്നത് നമ്മുടെ ന്യൂസ് ചാനലുകളിലായിരുന്നു അല്ലെ. കോടതി മുറികളിലെ വാദങ്ങളെക്കാൾ ഉജ്ജ്വലമായ തെളിവുകൾ ഇഴകേറി പരിശോധിച്ചത് നമ്മുടെ ചാനൽ അവതാരകരായിരുന്നു. അവര് വിധിച്ച കുറ്റവാളി ദിലീപ് പക്ഷെ യഥാർത്ഥ കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായി പുറത്തു വന്നിരിക്കുകയാണ്. ആ വിധി ഒട്ടേറെ പേരെ നിരാശരാക്കുകയും കുറെ പേരെ ആഹ്ലാദഭരിതരാക്കുകയും ചെയ്തിരുന്നു. ഇത് അന്തിമമായ വിധിയാണെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇതിനു മുകളിൽ അപ്പീലിന് നിരവധി കോടതികൾ രാജ്യത്തുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മറ്റൊരു കോടതി കുറ്റക്കാരാണെന്ന് വിധിക്കും വരെ ദിലീപ് നിരപരാധിയാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ മാധ്യമ വിചാരണകൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടി ആയിരിക്കുകയാണ് ദിലീപിന്റെ കുറ്റവിമുക്തി എന്ന് പറയുന്നത്. കേസുകളെ സെൻസേഷണലൈസ് ചെയ്തത് കൊണ്ട് മാത്രം നിയമത്തിന്റെ മുന്നിൽ നിലയുറപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണിത്. മാധ്യമങ്ങളിലെ ചർച്ചകളുടെ ഗതി കണ്ട് കോടതി വെറുതെ വിട്ടാലും ദിലീപ് കുറ്റവാളിയാണെന്ന തോന്നൽ പലരിലും ഉണ്ടാക്കാൻ ആ ചർച്ചകൾക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി വിധി മറിച്ചായാലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് ചിന്തിക്കുന്നവരും ഇവിടെ തന്നെ ഉണ്ടാവും. അത്തരം പൊതുബോധ്യങ്ങളെ രൂപപ്പെടുത്തുന്നത് പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെ രാഷ്ട്രീയം, മതം, ജാതി, സാമ്പത്തിക അവസ്ഥ, സ്വാധീനശേഷി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടുകൂടിയാണ്. ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന പൃഥ്വിരാജിനെയും വനിതാ സംഘടനയെയും ഉയർത്തിപ്പിടിക്കുന്നവരിൽ എത്ര പേര് മമ്മൂട്ടി ദിലീപിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തി എന്ന വാദിഭാഗം വക്കീലിന്റെ വെളിപ്പെടുത്തലിനോട് ശക്തമായിട്ട് പ്രതികരിച്ചു. ദിലീപിനൊപ്പം നിന്ന നാദൃഷയെയും സിദ്ദിഖിനെയും വിമർശിക്കുന്ന തോതിൽ വേണമെന്നൊന്നുമില്ല. ചെയ്തത് ശരിയല്ല എന്ന രീതിയിലെങ്കിലും പ്രതികരണങ്ങൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നേരെ ഉണ്ടായോ? സിനിമാ മേഖലയിൽ അതിജീവിതയ്ക്കൊപ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ പിന്തുണ ദിലീപിനൊപ്പമാണെന്നാണ് നിലവിൽ വരുന്ന പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുമണ്ഡലത്തില് നേരെ തിരിച്ചു. അതുകൊണ്ട് തന്നെ തെളിവുകൾ തൂക്കിയും സാക്ഷികളെ വിസ്തരിച്ചും നമ്മുടെ ചാനൽ ജഡ്ജിമാരെ ഇനിയും വിശ്വസിക്കണമോ എന്നത് ഓരോരുത്തരും ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടത് നല്ലത് തന്നെയാണ്. ഓരോ ചാനലിനും അവരവരുടെ താല്പര്യങ്ങളും സ്വാർത്ഥ ലാഭങ്ങളുമുണ്ട്. 24ന്റെ മുതലാളിയെ പ്രതിയാക്കിക്കൊണ്ട് റിപ്പോർട്ടർ മുതലാളിയെ പ്രതിയാക്കിക്കൊണ്ട് ഏഷ്യാനെറ്റും 24ഉം വാർത്തകൾ നൽകുമ്പോൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വാസ്തവമല്ല, മറിച്ച് താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രൊപ്പഗൻഡയാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്നലെ വൈകുന്നേരം തൊട്ട് മലീമസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളെ കുറിച്ചുള്ള കഠോരമായ ചർച്ചകൾ എല്ലാ ചാനലിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട രാഹുൽ ഈശ്വരനെ കുറിച്ച് മാത്രം സഹതാപത്തോടെ ഓർക്കാം. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനലിലെ ഒരു ദിവസത്തെ അന്ത്യചർച്ചയ്ക്കിടയിൽ സ്മൃതി പരുത്തിക്കാടിനോട് 8-ാം തീയതി നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞാൻ ചർച്ചയ്ക്ക് ഫ്ലോറിൽ ഉണ്ടാവുമെന്ന് വെല്ലുവിളിച്ചു പോയ മഹാനാണ് അദ്ദേഹം. നിലവിലെ വിധി അനുസരിച്ച് പൾസർ സുനി ഉൾപ്പെടെ അതിജീവിതയെ ആക്രമിച്ച പ്രതികളെ എല്ലാം കുറ്റക്കാരെന്ന് തന്നെയാണ് വിധിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ പൊതുബോധം തൃപ്തി വരാത്ത വിധം ജനവികാരം ദിലീപിനെതിരെ പ്ലേസ് ചെയ്യാൻ ചാനലുകൾക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദിലീപ് സൂചിപ്പിച്ചതും അത് തന്നെയാണ്. എനിക്കെതിരെ ചുമത്തപ്പെട്ട ഗൂഢാലോചന കോടതി തള്ളിക്കളഞ്ഞു. പക്ഷെ എനിക്കെതിരെ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട്, 9 വർഷമായി തുടരുന്നത്. അതിന് മറുപടി ഉണ്ടാവുമെന്നാണ് ദിലീപ് മഞ്ജുവിന്റെ പേര് പറഞ്ഞ് സൂചിപ്പിച്ചത്. വാദിഭാഗം വക്കീല് പറഞ്ഞതുപോലെ ഇത് ഒരവസാനമല്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. കാത്തിരിക്കാം. ഒടുവിൽ നീതി പുലരുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ ആരൊക്കെ കാണുമെന്ന് ആർക്കറിയാം.